blessing today. വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ. ഇന്നത്തെ ഈ എപ്പിസോഡ് നിങ്ങളുടെ ലൈഫിലൊരു റിയൽ ബ്ലെസ്സിങ് ആയി മാറട്ടെ. നമുക്ക് ചേർന്ന് ഇന്നത്തെ എപ്പിസോഡിൻ്റെ സ്പോൺസേഴ്സിനായി പ്രാർത്ഥിക്കാം. ആദ്യമായി നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുന്നത് ഇന്ന് 50ാമത്തെ വെഡിങ് ആനിവേഴ്സറി സെലിബ്രേറ്റ് ചെയ്യുന്ന MP ജേക്കബ്, അമിന ജേക്കബ് ദമ്പതികൾക്ക് വേണ്ടിയിട്ടാണ്. ഹാപ്പി ആനിവേഴ്സറി ജേക്കബ് അങ്കിൾ ആൻഡ് അമിന ടീം. നമുക്കെല്ലാവർക്കും ചേർന്ന് ഈ കുടുംബത്തിനായി ഈ സമയത്ത് പ്രാർത്ഥിക്കാം. കർത്താവ്, ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് ഈ ദമ്പതികളെ അനുഗ്രഹിക്കുന്നു. താങ്ക് യു ജീസസ്. വി പ്രേ ഫോർ സ്പിരിച്വൽ, ഫിസിക്കൽ, ഫൈനാൻഷ്യൽ blessings to come upon this couple. Also, Father, we pray for a restoration of family relationships, Lord. കർത്താവെ, അങ്ങ് കൊടുത്ത 6 മക്കൾക്കും അവരുടെ കുടുംബങ്ങൾക്കുമായി ഈ സമയത്ത് നന്ദി പറയുന്നു. കർത്താവെ, അവരെല്ലാവരും യേശു കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട കൂടുതൽ ദൈവിക അനുഗ്രഹങ്ങളാൽ നിറയപ്പെടേണ്ടതിനായി ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു. Also, Father, we pray that your blessings may be poured upon all the generations, Father, as the word of God says. And just like Joshua said, as for me and my household, we will serve the Lord. തലമുറകളായി കർത്താവിനെ സേവിക്കേണ്ടതിന് സകല അനുഗ്രഹങ്ങളും കർത്താവെ ഈ ദമ്പതികളിലൂടെ എല്ലാ തലമുറകളിലേക്കും അവരുടെ തലമുറകളിലേക്കും വന്നു ചേരട്ടെ. താങ്ക് യു ജീസസ്. അപ്പോൾ തന്നെ മുംബൈയിൽ നിന്നുള്ള ഒരു വെൽവിഷർക്കായി നമുക്ക് ഈ സമയത്ത് പ്രാർത്ഥിക്കാം. താങ്ക് യു ജീസസ്. കർത്താവെ, വി പ്രേ ഫോർ ഫാമിലി ബ്ലെസ്സിങ്സ് ഇൻ ഓൾ ഏരിയാസ് ഓഫ് ദെയർ ലൈഫ് ഓഫ് ഫാദർ. താങ്ക് യു ജീസസ്. കർത്താവെ, ഈ വെൽവിഷറേയും തൻ്റെ ഭാര്യയെയും കർത്താവെ അവർക്ക് കൂടുതൽ നല്ല ഒരു ജോലി നൽകി ഇരുവരെയും അങ്ങ് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. Father, we pray as she commences her nursery schooling, Father, we pray that she will grow in the fear of the Lord. She may prosper in all areas of her life. Also, Father, we pray for a hedge of protection to be around her wherever she goes, Father. അങ്ങയുടെ നാമത്തിൽ ആ കുഞ്ഞിൻ്റെ മേൽ സകല അനുഗ്രഹങ്ങളും സംരക്ഷണവും ഞങ്ങളിപ്പോൾ കൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. താങ്ക് യു സ്പോൺസേഴ്സ് ഫോർ സ്പോൺസറിങ് ടുഡേയ്സ് എപ്പിസോഡ്. ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നത് ബ്ലെസ്സിങ് ടുഡേ റിസോഴ്സസിൽ നിന്നുള്ള സെർമൺ നോട്ട് കീപ്പർ എന്ന പുസ്തകമാണ്. ദിസ് എ വെരി വെരി സ്പെഷ്യൽ ബുക്ക്. ഇതിൻ്റെ അകത്ത് നിങ്ങൾ ബ്ലെസ്സിങ് ടുഡേയിലൂടെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലൊക്കെ കേൾക്കുന്ന ദൈവവചന സന്ദേശങ്ങളെ കുറിച്ച് വയ്ക്കാനുള്ള ഒരു ബുക്കാണ്. അതിൻ്റെ മുകളിൽ ടൈറ്റിലും ആരാണ് ആ സന്ദേശം നൽകുന്നത്, ഡേറ്റ്, പേജ് നമ്പർ ഇതെല്ലാം നൽകാനും, അത് കൂടാതെ ആദ്യമേ തന്നെ ഒരു ബ്യൂട്ടിഫുൾ പ്രെയർ ഉണ്ട്. അതിനുശേഷം ഇൻഡെക്സ് പേജുകളിൽ അകത്തുള്ള പേജുകളിൽ എഴുതിയതിൻ്റെ ഉള്ളടക്കം ക്രമമായി എഴുതാനും, പെട്ടെന്നൊരു ടോപ്പിക് ആവശ്യം വരുമ്പോൾ അത് കണ്ടുപിടിച്ച് ആ പേജ് നമ്പർ എടുത്ത് വേഗത്തിൽ തപ്പിയെടുക്കാനും, ഇങ്ങനെ ഒരു പുസ്തകം നമ്മൾ വചനങ്ങൾ എഴുതി കഴിയുമ്പോൾ അതിനൊരു നമ്പർ ഇട്ട് അടുത്തൊരു പുസ്തകം ഇങ്ങനെ അടുക്കി വെച്ച് സിസ്റ്റമാറ്റിക്കായി ദൈവവചനം പഠിക്കാൻ ഐ ഹാവ് ഡൺ ദാറ്റ്. അതുകൊണ്ടാണ് ആ ഒരു അനുഭവത്തിൽ നിന്നാണ് ഇങ്ങനൊരു പുസ്തകം നമ്മൾ റിലീസ് ചെയ്തത്. ആവശ്യമുള്ളവർക്ക് സ്ക്രീനിലെ നമ്പറിൽ വിളിക്കാം. ബ്ലെസ്സിങ് ഫെസ്റ്റിവലിലോ ബ്ലെസ്സിങ് സെൻറ്ററിൽ വരുമ്പോഴൊക്കെ നിങ്ങൾക്കിത് കരസ്ഥമാക്കാം. ഈ പുസ്തകത്തിലൂടെ കർത്താവ് തീർച്ചയായും വചനത്തിൻ്റെ ഒരു അടിത്തറയിട്ട് ഒരു ബുദ്ധിയുള്ള മനുഷ്യൻ
വീട് പണിതതുപോലെ നിങ്ങളുടെ ആത്മജീവിതം പണിയാൻ കർത്താവ് സഹായിക്കും. ജനിച്ച നാളു മുതൽ നമ്മുടെ മരണം വരെയുള്ള കാലഘട്ടങ്ങളിൽ നമ്മുടെ ജീവിതം ഒരു ജീവിത യാത്ര പോയിക്കൊണ്ടിരിക്കുകയാണ്. എത്ര പേർക്ക് അതറിയാം? ഹല്ലേലൂയ. വിവിധ ഘട്ടങ്ങളിലൂടെ, ശൈശവ കാലഘട്ടങ്ങൾ, യൗവനഘട്ടം, വാർദ്ധക്യം തുടങ്ങിയുള്ള ഘട്ടങ്ങളിലെല്ലാം ജീവിതത്തിൻ്റെ വിവിധ വഴികളിലൂടെ നാം സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. ജീവിതത്തിൻ്റെ വഴികളിൽ പലപ്പോഴും അപകടത്തിൻ്റെ വഴികൾ ഒളിഞ്ഞിരിപ്പുണ്ട്, വേദനയുടെ വഴികൾ ഒളിഞ്ഞിരിപ്പുണ്ട്, കൊള്ളക്കാരുടെ വഴികൾ ഒളിഞ്ഞിരിപ്പുണ്ട്. എന്നാൽ ഓർക്കുക, ജീവിതത്തിൽ ബുദ്ധിമുട്ട് ഉണ്ടാകാൻ ഇടയുള്ള, അപകടങ്ങൾ ഉണ്ടാകാൻ ഇടയുള്ള സാഹചര്യങ്ങൾ ഏതൊക്കെയാണെന്ന് നേരത്തെ തിരിച്ചറിഞ്ഞ് നമ്മുടെ ജീവിതത്തെ ശരിയായ പാതയിലൂടെ നാം കൊണ്ടുപോകണം. ഈ മനുഷ്യൻ ചെയ്ത ഏറ്റവും വലിയൊരു മണ്ടത്തരമാണ്. തൻ്റെ ജീവിതം താൻ ചൂതാടാൻ കൊടുക്കുകയായിരുന്നു. കൊള്ളക്കാരുള്ള വഴിയിലൂടെ പോകാൻ താൻ തീരുമാനിച്ചത് തൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു മണ്ടത്തരമായിരുന്നു. അടുത്തിരിക്കുന്ന ആളുടെ മുഖത്തേക്ക് നോക്കിയിട്ട് പറഞ്ഞേ, ജീവിതത്തിൽ മണ്ടത്തരങ്ങളൊന്നും ചെയ്യരുത്. പറഞ്ഞേ ഹല്ലേലൂയ. നമുക്കറിയാം നമ്മുടെ ജീവിതത്തിൽ ചില അപകടങ്ങളൊക്കെ ഉണ്ട്. സഹോദരിമാരെ, ഞാൻ പറയാം, നിങ്ങളുടെ ഭർത്താവ് നിങ്ങളോട് കൂടെയുള്ളപ്പോൾ, ഭർത്താവുള്ള സഹോദരിമാർ ശ്രദ്ധിക്കുക, ഒരു പക്ഷേ നിങ്ങളുടെ ഭർത്താവ് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു സ്നേഹമോ സന്തോഷമോ സമാധാനമോ ഒന്നും നിങ്ങൾക്ക് നൽകിയില്ല എന്നിരിക്കാം. അപ്പോൾ മറ്റേതെങ്കിലും ഒരു ചേട്ടൻ നിങ്ങളുടെ ഫോണിൻ്റെ അങ്ങേ തലക്ക് നിന്നുകൊണ്ട് എന്നൊക്കെ പറഞ്ഞ് കൂടുതൽ സമയമൊക്കെ സ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ, സമയമൊക്കെ നിങ്ങൾക്ക് നൽകുന്നുണ്ടെങ്കിൽ, കൂടുതൽ ചക്കരവർത്തമാനമൊക്കെ പറയുമ്പോൾ ഓർക്കുക, ആ വഴി ഒരു അപകടത്തിൻ്റെ വഴിയാണ്. ജീവിതയാത്രയിൽ അപകടങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ട്. അതിനെ മാറ്റാൻ നിങ്ങൾ തയ്യാറല്ലെങ്കിൽ ഒടുവിൽ അത് മരണ വഴിയിൽ അവസാനിക്കും. സഹോദരന്മാരെ, മദ്യപിക്കുന്നവർ ഇതിനകത്ത് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, അതൊരു അപകടത്തിൻ്റെ വഴിയാണ്. അതിൻ്റെ പുറകിൽ പോയാൽ നിങ്ങളുടെ ജീവിതയാത്രയിൽ നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയ മണ്ടത്തരമാണത്. അതിൽ നിന്ന് പുറത്തു വന്നാൽ മാത്രമേ നിങ്ങൾക്ക് ജീവിതത്തിൽ വിജയിക്കുന്ന ഒരു വ്യക്തിയായി പോകാൻ സാധിക്കൂ. ഇതാ ഈ വ്യക്തി നോക്കൂ, താൻ ജീവിതത്തിൽ മണ്ടത്തരം, ഏറ്റവും വലിയൊരു ചതി തൻ്റെ ജീവിതത്തിൽ താൻ അനുഭവിക്കുകയാണ്. എന്തുകൊണ്ട്? താൻ കാണിച്ച ഏറ്റവും വലിയ മണ്ടത്തരം കൊണ്ട്. അടുത്തിരിക്കുന്ന ആൾക്ക് കൈ കൊടുത്തിട്ട് പറഞ്ഞേ, മണ്ടത്തരമായ തീരുമാനങ്ങളൊന്നും എടുക്കരുത്. പറഞ്ഞേ, വിഡ്ഢിത്തമുള്ള തീരുമാനങ്ങളൊന്നും എടുക്കരുത്. ഹല്ലേലൂയ. ഏതെങ്കിലും ഒരു കാര്യത്തിൻ്റെ പുറകെ ഇറങ്ങി പുറപ്പെടുന്നതിന് മുമ്പ് 4 അല്ല 5 അല്ല 8 അല്ല 10 പ്രാവശ്യമെങ്കിലും കുറഞ്ഞത് ചിന്തിക്കണം. ഇത് ശരിയാണോ, ഇത് ശരിയാണോ, ഇത് ശരിയാണോ, ഇത് ശരിയാണോ? 10 പ്രാവശ്യമെങ്കിലും ചിന്തിച്ചിട്ട് മാത്രമേ ഒന്നിൻ്റെ പുറകിൽ പോകാവൂ. അല്ലെങ്കിൽ നിന്റെ ജീവിതയാത്രയിൽ ചില പരാജയങ്ങൾ നിങ്ങൾക്ക് അനുഭവിക്കേണ്ടതായിട്ട് വരും. മനസ്സിലാകുന്നവർ ചേർന്നൊരു ഹല്ലേലൂയ പറഞ്ഞാൽ നോക്കൂ. അപ്പോൾ ഈ വ്യക്തി ഇപ്പോൾ ഇതാ ഈ ഒരു യാത്ര നടന്നുകൊണ്ടിരിക്കുകയാണ്, പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ യാത്രക്കിടയിൽ തന്നെ ഇപ്പോൾ ചില ആളുകൾ ആക്രമിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ കാണാൻ വേണ്ടിയിട്ട് 3 വിഭാഗത്തിലുള്ള ആളുകൾ അവിടെ വന്ന് ചേർന്നിട്ടുണ്ട് തന്നെ കാണാൻ വേണ്ടിയിട്ട്. ആരൊക്കെയാണ് അതെന്നാണ് കാണുന്നത്. അതിൻ്റെ 31-ാമത്തെ വചനം ഒന്ന് വായിക്കാമോ? അതേ വഴിയിലൂടെ ഒരു പുരോഹിതൻ വരുവാനിടയായി. അയാൾ അവനെ കണ്ടിട്ട് മറ്റേ അരികു ചേർന്ന് കടന്നുപോയി. നോക്കൂ, ഒരു പുരോഹിതൻ വന്നു. എല്ലാവരും പ്രതീക്ഷിക്കും അദ്ദേഹം ആയിരിക്കും എന്ത് ചെയ്യാൻ പോകുന്നത്, ഒന്ന് നോക്കാനായിട്ട് പോകുന്നത്, ഒന്ന് ചെയ്യാനായിട്ട് പോകുന്നത്, എന്തെങ്കിലും ഒരു സഹായം ചെയ്തു തരും. ഏറ്റവും കൂടുതൽ പ്രതീക്ഷിച്ച ആള് എന്ത് ചെയ്തു? അവിടെ കണ്ട് ഹി പാസ്ഡ് ഓൺ ദ അതർ സൈഡ്. മറ്റേ വഴിയിലൂടെ മുങ്ങിക്കളഞ്ഞു. നമ്മുടെ നാട്ടുഭാഷയിൽ പറഞ്ഞ എന്തുകൊണ്ടായിരിക്കും അദ്ദേഹം തൊടാതിരുന്നത്? അതിന് തൊട്ടു മുകളിലുള്ള ഭാഗത്ത് കാണുന്നുണ്ട്, അവൻ്റെ വസ്ത്രങ്ങളെല്ലാം ഉരിഞ്ഞു മാറ്റി അവനെ അടിച്ച് അർത്ഥപ്രാണനായി വിട്ടിട്ട് പൊക്കളഞ്ഞു. അപ്പം രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന ഈ മനുഷ്യനെ കണ്ടപ്പോൾ ഒരു പക്ഷേ ഈ പുരോഹിതൻ ചിന്തിച്ചു കാണും, ഇദ്ദേഹം മരിച്ചു കിടക്കുകയാണ്, ഇതൊരു ശവമായിരിക്കും. യഹൂദന്മാരുടെ നിയമം അനുസരിച്ച് യഹൂദന്മാരുടെ പുരോഹിതന്മാർക്ക് ശവത്തെ തൊടാനുള്ള
ശവത്തെ തൊടാൻ പാടില്ല. ശവത്തെ തൊട്ടാൽ പിന്നെ 7 ദിവസം അവർ അശുദ്ധരായിരിക്കും. പിന്നെ ദൈവാലയത്തിൽ അവർക്ക് പോകാൻ പറ്റില്ല. ദൈവാലയത്തിൽ പോയില്ല എങ്കിൽ പിന്നെ അവരുടെ ഭാര്യയും മക്കളൊക്കെ പട്ടിണി കിടക്കും. കാരണം അവിടെ നിന്നാണ് ദശാംശമായിട്ട് അപ്പവും മറ്റ് കാര്യങ്ങളൊക്കെ കിട്ടുന്നത്. 7 ദിവസത്തെ പണി പോയെന്ന് ചുരുക്കം. അതുകൊണ്ട് പൊതുവേ പുരോഹിതന്മാർ ശവത്തെ തൊടുകയില്ല. യഹൂദന്മാരുടെ മതത്തിലെ പുരോഹിതന്മാർ ശവത്തെ അവർ തൊടുകയില്ല. 7 ദിവസം അശുദ്ധരായിട്ട് നിൽക്കേണ്ടി വരും. അതുകൊണ്ട് താൻ ചിന്തിച്ച് ഇല്ലില്ല ഞാൻ ഇതിനെ തൊടില്ല എന്ന് പറഞ്ഞിട്ട് ഈ പുരോഹിതൻ മാറിപ്പോയി. പക്ഷെ നിങ്ങളുടെ യേശു അങ്ങനെയല്ല, നമ്മുടെ യേശു അങ്ങനെയല്ല. കാണാത്ത പോലെ പോകാൻ അവന് പറ്റില്ല. ഹല്ലേലൂയ. അവനൊരു പ്രാവശ്യം അവൻ എമ്മൗസിലുള്ള വഴിയിലൂടെ പോകുമ്പോൾ അല്പം മുന്നോട്ട് പോണ പോലെയൊക്കെ അങ്ങ് പോയി എങ്കിലും അവൻ പിന്നീട് ആ ശിഷ്യന്മാരുടെ കൂടെ തന്നെ നടന്നു. അവനൊരിക്കലും നമ്മളെ വിട്ടിട്ട് പോകാൻ പറ്റില്ല. കാരണം അവൻ അത്രത്തോളം നമ്മെ സ്നേഹിച്ചിരിക്കുകയാണ്. എൻ്റെ യേശു കരയുന്നവരുടെ കണ്ണുനീർ കണ്ടിട്ട് അവൻ ഓടിപ്പോകുകയില്ല. അവൻ്റെ അടുക്കൽ വന്ന് അവരെ സൗഖ്യമാക്കുന്നവനാണ്. ഹല്ലേലൂയ. 33-ാമത്തെ വചനം ഒന്ന് വായിക്കാമോ? എന്നാൽ ഒരു ശമര്യൻ യാത്രാമധ്യേ അവൻ കിടന്ന സ്ഥലത്തെത്തി. അവനെ കണ്ടപ്പോൾ അയാൾക്ക് മനസ്സലിവ് തോന്നി. നോക്കൂ, അയാളെ കണ്ടപ്പോൾ പെട്ടെന്ന് ഇതൊരു ശമര്യക്കാരനാണ് ഇപ്പോൾ വരുന്നത്. ശമര്യക്കാരൻ ഒരിക്കലും യഹൂദന്മാരുടെ അടുക്കൽ പോകില്ല. കാരണം യഹൂദന്മാർ അവരെ അടുപ്പിക്കില്ല, അതുകൊണ്ട് പോകില്ല. പക്ഷെ ഇത് വീണ് കിടക്കുന്ന യഹൂദന്റെ അടുക്കലേക്ക് ഇതാ ഒരു ശമര്യക്കാരൻ നടന്നു വരികയാണ്. ആ ശമര്യക്കാരൻ കിടന്ന സ്ഥലത്തെത്തി. അയാളെ കണ്ടപ്പോൾ, വീണ് കിടക്കുന്ന യഹൂദനെ കണ്ടപ്പോൾ തനിക്ക് മനസ്സലിവ് തോന്നി. അടുത്തത്, അയാൾ അവന്റെ അടുത്തെത്തി എണ്ണയും വീഞ്ഞും ഒഴിച്ച് മുറിവുകൾ വച്ചു കെട്ടി. നോക്കൂ, എണ്ണയും വീഞ്ഞും ഒഴിച്ച് മുറിവുകളൊക്കെ വെച്ച് പൊറിപ്പിച്ചു. അതിൻ്റെ അർത്ഥം ഇതാണ്. ഒന്ന്, ഈ ശമര്യക്കാരൻ ചെയ്ത ഒന്നാമത്തെ കാര്യം അവിടെ നിങ്ങൾക്ക് മാർക്ക് ചെയ്യാൻ സാധിക്കും. ഒന്നാമത്തെ കാര്യം അവിടെ 34-ാമത്തെ വചനത്തിലുണ്ട്. അയാൾ അവൻ്റെ അടുത്ത് എത്തി. മറ്റെല്ലാവരും കണ്ടിട്ട് മുങ്ങിക്കളഞ്ഞപ്പോൾ ശമര്യക്കാരൻ മാത്രം ആ വീണ് കിടക്കുന്ന ആളുടെ അടുത്തെത്തി. ഒന്നാമത്തെ കാര്യം. 2, എന്താ സംഭവിച്ചെന്നറിയാമോ? അദ്ദേഹം ആ മുറിവുകളെ മുഴുവൻ വെച്ച് കെട്ടി. പറഞ്ഞ മുറിവ് വെച്ച് കെട്ടി. ഉറക്കെ പറയാമോ? മുറിവ് വെച്ച് കെട്ടി. മൂന്നാമതായിട്ട് നാം അവിടെ വായിക്കുന്നു, വെച്ച് കെട്ടിയെന്ന് മാത്രമല്ല, പിന്നീട് എണ്ണയും വീഞ്ഞും അതിനകത്ത് ഒഴിച്ചു. എണ്ണയും വീഞ്ഞും ഒക്കെ വേഗത്തിൽ അന്നത്തെ കാലത്ത്, ഇന്ന് നമ്മൾ എന്താ പറയുക, എന്തെങ്കിലുമൊക്കെ ബെറ്റാഡിനൊക്കെ ഇടില്ലേ, മുറിവിൻ്റെ മുകളിൽ ബെറ്റാഡിനൊക്കെ തേക്കുന്നത് പോലെ അന്നത്തെ കാലത്ത് വേഗത്തിൽ സൗഖ്യമാകാൻ വേണ്ടിയിട്ട് ഒഴിച്ചു വരുന്ന കാര്യങ്ങളാണ് വീഞ്ഞും എണ്ണയും ഒക്കെ. വീഞ്ഞ് സ്പിരിറ്റിന് പകരമായിട്ട് ഉപയോഗിക്കുന്ന കാര്യമായിരുന്നു. വളരെ വേഗത്തിൽ ആ ഭാഗത്ത് ഹീലിംഗ് ഉണ്ടാകും. വീഞ്ഞും എണ്ണയൊക്കെ ഒഴിച്ചു. അങ്ങനെ വീഞ്ഞും എണ്ണയൊക്കെ ഒഴിച്ചു. 4-മതായിട്ട് നമ്മൾ അവിടെ കാണുകയാണ്, അദ്ദേഹം എന്ത് ചെയ്യുന്നറിയാമോ? അവനെ ഒരു മൃഗത്തിൻ്റെ പുറത്ത് കയറ്റി ഒരു സത്രത്തിൽ കൊണ്ടുപോയാക്കി. എവിടെ കൊണ്ടുവന്നാക്കി? ഒരു സത്രത്തിൽ കൊണ്ടുപോയാക്കി. 5-മതായിട്ട് നമ്മളവിടെ കാണുകയാണ്. എന്നിട്ട് അവിടെ ചെന്നിട്ട് ആ സത്രത്തിലുള്ള ആൾക്ക് കുറച്ച് പൈസയൊക്കെ കൊടുത്തതിന് ശേഷം പറഞ്ഞു, ഇയാൾ രോഗം മാറുന്നത് വരെയും ഇയാളെ ശുശ്രൂഷിച്ചോണേന്ന് പറഞ്ഞിട്ട് ഏൽപ്പിച്ചു. എന്ത് നല്ല മനുഷ്യനാണല്ലേ! ഇത്രയും കാര്യങ്ങൾ എല്ലാം ചെയ്തിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ ഈ മനുഷ്യൻ്റെ കാര്യത്തിൽ ഇയാളുടെ സ്നേഹത്തിന് തുല്യമായിട്ട് ലേവ്യൻ്റെ സ്നേഹം അറ്റത്ത് പോലും വരില്ല. പുരോഹിതൻ്റെ സ്നേഹവും അതിൻ്റെ അറ്റത്ത് പോലും വരില്ല. ഹല്ലേലൂയ. അത്രയും വലിയ സ്നേഹമാണ് യഹൂദന്മാർ ശത്രുക്കളെന്ന് കരുതിയിരുന്ന ശമര്യക്കാരനായ ആ മനുഷ്യൻ യഹൂദനായ വ്യക്തിയോട് കാണിച്ചത്. അതുകൊണ്ടാണ് ആ വ്യക്തിക്ക് നല്ല ശമര്യക്കാരൻ എന്ന് പേര് വന്നത്. നോക്കൂ, എപ്പോഴും ഓർക്കുക, ഒരു വ്യക്തി സ്നേഹിക്കപ്പെടുന്നു എന്ന് തോന്നുന്നത്, ആ വ്യക്തിക്ക് മറ്റുള്ളവരുടെ സ്നേഹം ലഭിക്കുന്നു എന്ന് തോന്നുന്നത്, ആ വ്യക്തിക്ക് അവരുടെ സമയം കൊടുക്കണം, അവരുടെ ഊർജം കൊടുക്കണം, അതുപോലെ അവരുടെ സ്വത്തും കിട്ടണം. ഹല്ലേലൂയ. ഭാര്യമാർക്ക് എപ്പോഴാണ് ഭർത്താക്കന്മാർ തങ്ങളെ സ്നേഹിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നത്? കുഞ്ഞുങ്ങൾക്ക് എപ്പോഴാണ് മാതാപിതാക്കൾ തങ്ങളെ സ്നേഹിക്കുന്നുണ്ട് എന്ന് മനസ്സിലാകുന്നത്? ഭർത്താക്കന്മാർക്ക് എപ്പോഴാണ് ഭാര്യമാർ തങ്ങളെ സ്നേഹിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കുന്നത്? പരസ്പരം സമയം കൊടുക്കുമ്പോൾ, പരസ്പരം ശുശ്രൂഷിക്കുമ്പോൾ, പരസ്പരം ഉള്ളത് അങ്ങോട്ട് ഇട്ട് കൊടുക്കുമ്പോൾ, സ്വത്ത് കൊടുക്കുമ്പോഴാണ് പരസ്പരം
പരസ്പരം സ്നേഹം മനസ്സിലാക്കുന്നത്. എത്ര പേർ ചേർത്തൊരു ഹല്ലേലൂയ പറയാം? നോക്കൂ, ഈ ശമര്യക്കാരൻ, ആ മനുഷ്യൻ തൻ്റെ ജീവിതത്തിന്റെ സമയം, വേണമെങ്കിൽ അദ്ദേഹത്തിന് നേരമില്ലെന്ന് പറഞ്ഞു പോകാമായിരുന്നു, ആ സമയം ഇതാ നോക്കൂ, ഈ വീണ് കിടക്കുന്ന അർത്ഥപ്രാണനായി കിടക്കുന്ന യഹൂദന് വേണ്ടി കൊടുക്കുകയാണ്. ഹല്ലേലൂയ. രണ്ടാമതായിട്ട് തൻ്റെ എനർജി, തൻ്റെ കയ്യിലുണ്ടായിരുന്ന മുഴുവൻ താൻ ശുശ്രൂഷിച്ചു. തന്നെ പിടിച്ച് എത്ര പാടുപെട്ട് കാണും ഈ വീണ് കിടക്കുന്ന മനുഷ്യനെ പിടിച്ച് ആ ഒരു കഴുതയുടെ പുറത്തൊന്ന് കയറ്റണമെങ്കിൽ തൻ്റെ ഊർജം, തൻ്റെ എനർജി, തൻ്റെ ശക്തി, തൻ്റെ കഴിവുകൾ എല്ലാം ആ മനുഷ്യന് വേണ്ടി താൻ ഉപയോഗിച്ചു. മൂന്നാമതായിട്ട് കയ്യിലിരുന്ന 2 നാണയവും എടുത്തു കൊടുത്തു. അതിൻ്റെ അർത്ഥം തൻ്റെ സ്വത്തും താൻ കൊടുത്തു എന്നാണ്. ഹല്ലേലൂയ. ഈ ഉപമയിലൂടെ ഓർക്കുക, മനുഷ്യൻ എന്നും മരണത്തിന്റെ വഴിയിലാണ്. മനുഷ്യൻ എക്കാലവും പാപത്തിന്റെ വഴിയിലാണ്. ആദാം മുതൽ ഇന്നുവരെ ജീവിക്കുന്ന സകല മനുഷ്യരും ബൈബിൾ ഭാഷയിൽ പറഞ്ഞാൽ പാപത്തിന്റെ വഴിയിലാണ്, മരണത്തിന്റെ വഴിയിലാണ്. മരണത്തിന്റെ വഴിയിലൂടെ പോകുന്ന മനുഷ്യനെ നിത്യജീവനിലേക്ക് എത്തിക്കുവാനായി ഒരൊറ്റ നല്ല ശമര്യക്കാരനെ ഈ ഭൂമിയിലേക്ക് വന്നിട്ടുള്ളൂ. അവന്റെ പേരാണ് യേശു. എത്ര പേർ കൈകൾ ഉയർത്തി ഉറക്കെ പറയും യേശു? ഹല്ലേലൂയ. അവൻ ചുമ്മാ ഒരു സാധാരണ ശമര്യക്കാരനല്ല, അവൻ നിങ്ങളെ സ്നേഹിച്ച ദൈവമാണ്. അനേക ദൈവങ്ങൾ ഈ ഭൂമിയിൽ വന്നു കാണാം, എന്നാൽ മനുഷ്യന് വേണ്ടി സമയം സ്പെൻഡ് ചെയ്ത ഒരു ദൈവം ഏതെന്ന് ചോദിച്ചാൽ ഞാൻ പറയും അവനാണ് യേശു. പാലസ്തീൻ തെരുവിൽ 33.5 വർഷം വരെയും യേശു കർത്താവ് രാവും പകലും രോഗികളെ സൗഖ്യമാക്കിക്കൊണ്ട് നടന്നു. കുഷ്ഠരോഗികളെ സൗഖ്യമാക്കി, ഭൂതങ്ങൾ പ്രാപിച്ച് ഭൂതങ്ങൾ ഉള്ളവരെ വിടുവിച്ചെടുത്തു, മരിച്ചവരെ മരണത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നു. നമുക്കറിയാം ലാസർ ഉയർത്തെഴുന്നേറ്റ സമയത്ത് എത്ര ദൂരം വഴിയാത്ര ചെയ്തിട്ടാണ് യേശു കർത്താവ് ലാസറിന്റെ വീട്ടിൽ വന്നത്. മൈലുകൾ, മണിക്കൂറുകൾ, ദിവസങ്ങൾ താൻ യാത്ര ചെയ്തു. എന്തിനു വേണ്ടി? സ്വർഗത്തിലെ പിതാവിന്റെ ഇഷ്ടം ഭൂമിയിൽ മനുഷ്യരുടെ ഇടയിൽ നടപ്പാക്കാൻ വേണ്ടിയിട്ട് സ്വർഗത്തിലെ യേശു കർത്താവ് സ്വർഗത്തിലെ മഹിമ മാറ്റിവെച്ച്, ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായത്തിൽ പറയുന്നത് പോലെ സ്വർഗത്തിൽ തനിക്കുണ്ടായിരുന്ന ദൈവത്വത്തിന്റെ പദവി എന്ന് പറയുന്ന ആ വസ്ത്രത്തെ അവൻ ഉരിഞ്ഞു മാറ്റിവെച്ചിട്ട് ഈ ഭൂമിയിൽ നമ്മെ പോലെ സാധാരണ മനുഷ്യരുടെ ഇടയിൽ സമയം ചിലവഴിക്കാനായി 2000 വർഷങ്ങൾക്ക് മുൻപ് അവൻ ഈ ഭൂമിയിൽ വന്നു. ഹല്ലേലൂയ. അടുത്തിരിക്കുന്ന ആൾക്ക് കൈ കൊടുത്തിട്ട് പറയുക, ഏറ്റവും കൂടുതൽ നിങ്ങളോട് സമയം ചിലവഴിക്കുന്നവൻ നിങ്ങളുടെ ദൈവമാണ്. പറഞ്ഞേ ഹല്ലേലൂയ. ഓ ഹല്ലേലൂയ. ചില ഭർത്താക്കന്മാരൊക്കെ ഉണ്ട്, വലിയ ജോലി തിരക്കാണെങ്കിൽ ഫോൺ ചെയ്താൽ പറയും വെക്ക് 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 എന്ന് പറയും. അല്ലെ, ഭാര്യമാർക്ക് അറിയാൻ പറ്റും. ചില ഭാര്യമാരും അതുപോലെയാണ്. വീട്ടിൽ തിരക്കൊക്കെ പിടിച്ചിരിക്കുമ്പോൾ ഭർത്താവ് ഒന്ന് വിളിച്ചു കഴിഞ്ഞാൽ വെക്ക് 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 എന്ന് പറയും. ഹല്ലേലൂയ. പലപ്പോഴും ഇന്നത്തെ സമൂഹത്തിലേക്ക് വരുമ്പോൾ പരസ്പരം സമയം കൊടുക്കാൻ നമുക്കില്ല. എന്നാൽ നമ്മുടെ കർത്താവ് അങ്ങനെയല്ല. എത്ര സ്വർഗത്തിൽ അങ്ങ് തിരക്കുള്ളപ്പോൾ തന്നെ യേശു കർത്താവ് ഈ ഭൂമിയിലേക്ക് വന്ന് നമുക്ക് വേണ്ടി സമയം സ്പെൻഡ് ചെയ്തു. തീർന്നില്ല, തന്റെ മുഴുവൻ എനർജി നോക്കൂ, കാൽവരി ക്രൂശിൽ കിടക്കും വരെയും, എന്താ പറയാ, ജീവൻ തരുന്നത് വരെയും. വെറുതെ ശരീരത്തിന്റെ ആരോഗ്യമല്ല ദൈവമക്കളെ, മറിച്ച് തന്റെ ജീവൻ പോലും യേശു കർത്താവ് കാൽവരി ക്രൂശിൽ വെച്ച് നമുക്ക് നൽകി. അതാണ് സ്നേഹത്തിന്റെ 2ാമത്തെ തെളിവ്. മൂന്നാമത് ഞാൻ പറഞ്ഞല്ലോ, സ്വത്ത് കൊടുക്കും. നിങ്ങൾ നിങ്ങളുടെ ഭാര്യയെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ മക്കളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ സ്വത്തിന്റെ അവകാശം നിങ്ങളുടെ ഭാര്യയ്ക്കും മക്കൾക്കുമാണ്. അത് ഉറപ്പാണ്. കാരണം നിങ്ങൾ അവരെ സ്നേഹിക്കുന്നത് കൊണ്ട് അതിൻ്റെ അവകാശം 100% അവർക്കുള്ളതുപോലെ സ്വർഗത്തിലെ പിതാവിന്റെ സ്വത്തായിരുന്നു തൻ്റെ ഏകജാതനായ പുത്രനായ യേശു ക്രിസ്തു. എന്നാൽ സ്വർഗത്തിലെ പിതാവിനെ നോക്കൂ, നമ്മെ രക്ഷിക്കുവാൻ, മനുഷ്യരായ പാപികളായ നമ്മെ ഓരോരുത്തരെയും രക്ഷിക്കുവാൻ സ്വർഗത്തിലെ പിതാവ് ആ സ്വത്തായ യേശു ക്രിസ്തുവിനെ ഒരു സമ്മാനമായി നമുക്ക് എറിഞ്ഞിട്ട് തന്നു. ഹല്ലേലൂയ. എത്ര പേർ കൈകൾ ഉയർത്തിയിട്ട് സ്വർഗത്തിലെ പിതാവിനൊരു നന്ദി പറയും? നന്ദി പിതാവേ. ഒന്നുറക്കെ പറയാമോ? നന്ദി പിതാവേ. ശബ്ദം ഉയർത്തി ഒന്ന് പറയാമോ? നന്ദി പിതാവേ. ഹല്ലേലൂയ.
ഈ ആൻറ്റിയുടെ പേര് മോളി എന്നാണ്, ഇടത്തുവ എന്നാണ് വരുന്നത്. ഈ ആൻറ്റിയുടെ മോൻ്റെ പേര് ഷിനു എന്നാണ്. ഒത്തിരി വർഷങ്ങളായി താൻ മദ്യത്തിന് അടിമയാണ്. ഏകദേശം 4 വർഷമായി താൻ മദ്യത്തിന് പൂർണ്ണമായി അടിമപ്പെട്ട് ജീവിതം നയിക്കുമായിരുന്നു. ആൻറ്റി പറഞ്ഞത് ഇങ്ങനെയാണ്, തൻ്റെ മോന് മദ്യപിക്കാതെ ഒരു ദിവസം പോലും തനിക്ക് ഉറങ്ങാൻ സാധ്യമല്ല. പക്ഷേ ആൻറ്റി നമ്മുടെ ബ്ലെസ്സിങ്ങിലൂടെ ട്യൂബ് പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ആൻറ്റിയാണ്. നമ്മുടെ സ്ഥിരമായി അത് കാണുകയും ബ്രദർ ഡാമിയൻ പ്രാർത്ഥിക്കുമ്പോൾ അതിനകത്തേക്ക് കൈനീട്ടിപ്പിടിച്ച് തൻ്റെ മോന് വേണ്ടി പ്രാർത്ഥിക്കുകയും നമ്മുടെ എറണാകുളത്തുള്ള പ്രയർ കോൾ സെൻറ്ററിൽ വിളിച്ച് എല്ലാ ദിവസവും താൻ അവിടെ പ്രാർത്ഥിക്കുകയും യേശുവിനോടും തൻ്റെ പ്രാർത്ഥന എല്ലാ ദിവസവും തൻ്റെ മോന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയും ചെയ്തു. ദൈവം ചെയ്ത അത്ഭുതമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 വർഷമായിട്ട് മദ്യപിക്കാതെ ഉറങ്ങാൻ കഴിയാതിരുന്ന തൻ്റെ മകന് പ്രാർത്ഥനയുടെ ഫലമായിട്ട് ഇപ്പോൾ ഈ 2 ആഴ്ചയായിട്ട് ആൻറ്റി പറയുന്നു അവൻ മദ്യം കുടിച്ചിട്ടില്ല, മദ്യം അവൻ കഴിക്കാൻ തോന്നുന്നില്ല. എന്തുകൊണ്ടെന്നറിയില്ല, പക്ഷേ നമ്മുടെ പ്രാർത്ഥന, ഈ മാതാവ് കണ്ണുനീരോടെ യേശുവിനോട് ബ്ലെസ്സിങ് ടുഡേ ട്യൂബ് പ്രോഗ്രാം കണ്ടുകൊണ്ട് യേശുവിനോട് പ്രാർത്ഥിച്ചപ്പോൾ ആ മകൻ ഇപ്പോൾ മദ്യപിക്കുന്നില്ല. ആൻറ്റി പറഞ്ഞു 2 ആഴ്ചയായിട്ട് ഇപ്പോൾ അവൻ നന്നായി കിടന്നുറങ്ങുകയും ചെയ്യുന്നുണ്ട്. നേരത്തെ മദ്യപിക്കാതെ അവന് കിടന്നുറങ്ങാൻ സാധ്യമല്ലായിരുന്നു. എന്നാൽ യേശുവിനോട് പ്രാർത്ഥിച്ച് കഴിഞ്ഞപ്പോൾ അവൻ മദ്യപിക്കാതെ സുഖമായി കിടന്ന് ഉറങ്ങുന്ന നിലയിലേക്ക് കർത്താവ് കൊണ്ടുവന്നു. എന്താണ് ആൻറ്റി സംഭവിച്ചതെന്ന് പറയാമോ? എൻ്റെ മകനെ ഒരു രാത്രി പോലും ഉറങ്ങാൻ വയ്യാത്ത അവസ്ഥയായിരുന്നു. മദ്യം ചെന്ന് കഴിഞ്ഞില്ലെങ്കിൽ അവൻ ഉറക്കം വരികയില്ലായിരുന്നു. ഈ ദൈവം അവനെ തൊട്ടതിൻ്റെ ഫലമായിട്ട് അവന് ഇന്ന് മദ്യമില്ലാതെ കിടന്നുറങ്ങാൻ സാധിക്കുന്നു. 2 ആഴ്ച ആയിട്ട് ഒരു തുള്ളി മദ്യം പോലും അകത്ത് കഴിക്കാത്ത അവസ്ഥയിൽ ദൈവം അവനെ വിടുവിച്ചതിന് കോടാകോടി നന്ദി പറയുന്നു. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഈ സമയത്ത് നമുക്ക് ഒരുമിച്ച് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. കൈകൾ നീട്ടിപ്പിടിച്ച്, കർത്താവേ, ഈ സമയത്ത് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കും. ഇൻ ദ മൈറ്റി നെയിം ഓഫ് ജീസസ്, ശരീരത്തിൽ നിന്ന് വിവിധ രീതിയിൽ രക്തം പോയിക്കൊണ്ടിരിക്കുന്നു. ഇൻറ്റേർണൽ ബ്ലീഡിംഗ് ആകാം, എക്സ്റ്റേണൽ ബ്ലീഡിംഗ് ആകാം. ശരീരത്തിൽ നിന്ന് ധാരാളമായി രക്തം പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയെ കർത്താവ് ഈ സമയത്ത് സ്വിച്ച് ഓഫാക്കിയാൽ നിൽക്കുന്നത് പോലെ അത് നിൽക്കുന്നു. ഇൻ ദ മൈറ്റി നെയിം ഓഫ് ജീസസ് അത് സംഭവിക്കട്ടെ. താങ്ക് യു ജീസസ്. അതുപോലെ സന്ധികളിലെല്ലാം വേദനയുള്ള ആർത്രൈറ്റിസ് യേശു കർത്താവിൻ്റെ നാമത്തിൽ ഈ സമയം സൗഖ്യമാകട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. അതുപോലെ ആത്മഹത്യ ചെയ്യുവാൻ പ്രേരണയുള്ളൊരു വ്യക്തി ഇപ്പോൾ ഇത് വാച്ച് ചെയ്യുന്നുണ്ട്. പല സാഹചര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ മുന്നിലേക്ക് ഒരു പ്രതീക്ഷയ്ക്കും വക തോന്നുന്നില്ല. പക്ഷേ ഇന്ന് ഞാനാണ് സംസാരിക്കുന്നതെങ്കിലും ഇതിൻ്റെ പിന്നിൽ യേശുവിൻ്റെ സ്നേഹമാണ് നിങ്ങളെ വിളിക്കുന്നത്. യേശുവിൻ്റെ വാഗ്ദാനമാണ് നിങ്ങൾക്ക് അവൻ നൽകുന്നത്. നിങ്ങൾക്കും ഒരു ഭാവി ഉണ്ട്. അവസ്ഥകളെ മാറ്റുവാൻ യേശുവിന് സാധിക്കും. എത്ര അസാധ്യമെന്ന് തോന്നിയാലും യേശുവിന് സാധ്യമാക്കി തീർക്കാൻ കഴിയും. നമുക്ക് ചിന്തയിൽ വരാത്ത, ചിന്തിക്കാൻ കഴിയാത്ത കാര്യങ്ങൾ കർത്താവ് നമുക്ക് വേണ്ടി ചെയ്തു തരും. താങ്ക് യു ജീസസ്. കർത്താവെ, അങ്ങനെയുള്ളവർക്കായി ഞാൻ പ്രാർത്ഥിക്കുന്ന ആത്മഹത്യാ ചിന്തകൾ, മരണചിന്തകൾ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. കുഞ്ഞുങ്ങളില്ലാത്തവർക്കായി പ്രത്യേകിച്ച് ഞാൻ പ്രാർത്ഥിക്കുന്നു. അത്ഭുതകരമായി കുഞ്ഞുങ്ങളെ കൊടുക്കണമേ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഇൻ ദ നെയിം ഓഫ് ജീസസ് അത് സംഭവിക്കും. താങ്ക് യു ലോർഡ്. വിവിധ രീതിയിലുള്ള ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലെ നീർക്കെട്ടുകൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ഹാർട്ടിൻ്റെ രോഗങ്ങൾ സൗഖ്യമാകട്ടെ. ലങ്സ് സൗഖ്യമാകട്ടെ. കിഡ്നികൾ സൗഖ്യമാകട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഇൻസുലിൻ കുത്തിവെച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയെ കർത്താവ് സൗഖ്യമാക്കുന്ന, അതില്ലാതെ തന്നെ യേശുവിൻ്റെ നാമത്തിൽ ആ ശരീരത്തിൻ്റെ പ്രൊഡക്ഷൻ നടക്കട്ടെ. ഗോൾ ബ്ലാഡർ സ്റ്റോൺ സൗഖ്യമാകട്ടെ. കിഡ്നി സ്റ്റോണുകൾ മാറിപ്പോകട്ടെ. യൂറിനറി ബ്ലാഡർ സൗഖ്യമാകട്ടെ. യൂട്രസിനകത്തുള്ള ഫൈബ്രോയിഡുകൾ
ഓവറിയിലുള്ള സിസ്റ്റുകൾ, വിവിധ രീതിയിലുള്ള ട്യൂമറുകൾ യേശു കർത്താവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. നിങ്ങളുടെ പേരോ നിങ്ങളുടെ സിറ്റുവേഷനോ ഞാൻ പറഞ്ഞില്ലെങ്കിൽ പോലും ഉള്ളിൽ വിശ്വസിക്കുക, ഇത് എൻ്റെ ദിവസമാണ്, യേശു എനിക്ക് വിടുതൽ നൽകുന്ന ദിവസമാണ്. കർത്താവ് യേശു നാമത്തിൽ അത് സംഭവിക്കട്ടെ. താങ്ക് യു ലോർഡ്. പ്രാർത്ഥന കേട്ടതിനാൽ നന്ദി. യേശു നാമത്തിൽ തന്നെ ആമേൻ. ഇന്നത്തെ ഈ പ്രോഗ്രാം കണ്ടതിന് നന്ദി. ഈ ആഴ്ചയിൽ വെള്ളിയാഴ്ച റാന്നിയിൽ നമ്മുടെ ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ നടക്കുക, തീർച്ചയായും വരണം. ശനിയാഴ്ച തിരുവനന്തപുരം ജില്ലയിൽ അമരവിളയിലാണ്. ഇതിൽ രണ്ടിലേക്കും സ്വാഗതം ചെയ്യുന്നു. കർത്താവ് ധാരാളമായി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ബ്ലെസ്സിങ് ടുഡേയെക്കുറിച്ച് അറിഞ്ഞിട്ടില്ലാത്തവരോട് ഈ സമയത്ത് ഇത് കാണുവാൻ ഒരാളോടെങ്കിലും ഇന്നത്തെ ദിവസം പറയുക. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ബ്ലെസ്സിങ് സെൻറ്ററുകളിലേക്ക് നിങ്ങൾക്ക് നേരിട്ട് വരാം. നാളത്തെ പ്രോഗ്രാമിലൂടെ നമുക്ക് വീണ്ടും നേരിൽ കാണാം. ഗോഡ് ബ്ലെസ് യു. ബൈ. ബൈബിൾ ആൻഡ് യുവിലേക്ക് സ്വാഗതം. ഇന്നത്തെ ചോദ്യം ഇതാണ്: യാക്കോബ് തന്റെ പുത്രനായ യോസേഫിന് കൊടുത്ത നിലം എവിടെയാണ്? Where was the ground given by Jacob to his son Joseph? Options: A. Samaria, B. Sugar, C. Yehuda, D. Galila. നിങ്ങളുടെ ഉത്തരങ്ങൾ 9645221221 എന്ന നമ്പറിലേക്ക് SMS ചെയ്യുക. ചെയ്യേണ്ട ഫോർമാറ്റ് BT സ്പേസ് ABC or D സ്പേസ് നിങ്ങളുടെ പേരും പൂർണ്ണ മേൽവിലാസവും. ശരിയുത്തരം അയക്കുന്നവർക്ക് സമ്മാനങ്ങൾ നൽകുന്നത് OM Books ആണ്.